ഗൈസ് ഞങ്ങൾ വാഗമൺ പോകുവാണ്, എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ വെളുപ്പിനെ 4:30 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു 7:30-8 മണിയൊക്കെ ആകാറായിരുന്നു. കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്യുന്നതാണ് വീട്ടുകാരൊക്കെ ആയിട്ടൊന്ന് വാഗമണ്ണ് പോകണമെന്ന്. ഞാൻ നേരത്തെ പോയിട്ടുള്ളതാണ്, അമ്മയും അച്ഛനും ആദ്യമായിട്ടാണ്. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ഈ പുരിയുടെ അവിടെ വന്ന് കുറേ നേരം നിന്ന്. അടിപൊളിയായിരുന്നു അവിടെ, നല്ല തണുപ്പും നല്ല കാറ്റും. അയ്യോ എന്തൊരു തണുപ്പായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത്. നമ്മൾ പോയപ്പോഴത്തേക്കും നമ്മുടെ വിസ്കിനെ കൊണ്ടുപോയായിരുന്നു. അവളില്ലേ വീട്ടിലൊറ്റയ്ക്കായി പോകത്തില്ലേ, നമ്മൾ പോയിട്ട് രാത്രിയിലേ വരത്തുള്ളൂ. അപ്പോൾ അവൾക്ക് ഫുഡൊന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അവളെയും കൊണ്ടുപോയി. എന്നിട്ട് നേരെ പൈൻ വാലിയിലോട്ട് പോയി. അങ്ങനെ അവിടെയും പോയി കുറച്ച് നേരമൊക്കെ നിന്ന്. ഈ ഓടി പോണത് എൻ്റെ ഡാഡി കൂളാണേ. അങ്ങനെ അവർക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെയും കുറച്ച് നേരം നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത്. നമ്മൾ വെളുപ്പിനെ ചെന്നുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ കയറാൻ പറ്റി. അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തൊട്ടടുത്ത ഹോട്ടലിൽ തന്നെ കയറി. അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ അഡ്വഞ്ചർ പാർക്കിലോട്ട് പോയി. അഡ്വഞ്ചർ പാർക്കിൽ പോയി ഒന്നിലും കയറിയില്ല, അവിടെ ഒടുക്കത്തെ വെയിലായിരുന്നു. അയ്യോ കണ്ണ് പോലും തുറക്കാൻ പറ്റാത്ത വെയിലായിരുന്നു. എന്നാൽ നല്ല കാറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയും കുറച്ച് നേരം നിന്ന് നമ്മൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത്. റൈഡിലൊന്നും കയറിയില്ല. അടിപൊളി വ്യൂ ആയിരുന്നു അവിടെ നിന്ന് കാണുമ്പോൾ. അങ്ങനെ അവിടെ നിന്നായിരുന്നു നമ്മൾ മാർമല വാട്ടർഫാൾസിലോട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്ത്. അപ്പം നമ്മൾ നേരെ മാർമല വാട്ടർഫാൾസിലോട്ട് പോയി. അവിടെ ഭയങ്കര ചൂടായിരുന്നല്ലോ. അപ്പോൾ നേരെ മാർമല വാട്ടർഫാൾസിലോട്ട് പോകാം. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ വെള്ളച്ചാട്ടത്തിൽ വെള്ളവും ഇല്ല, കുറച്ച് മാത്രം വെള്ളമേ ഉള്ളായിരുന്നു. എന്തായാലും അവിടെ കുറച്ച് നേരം ഇരുന്ന്, നല്ല തണുത്ത വെള്ളമായിരുന്നു. അങ്ങനെ അവിടെയും കുറച്ച് നേരം ഇരുന്ന് അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കണ്ടായിരുന്നു അവിടെ തേൻ കിട്ടുന്ന സ്ഥലം. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ അവിടെ കയറിയപ്പോൾ അവിടുത്തെ ചേട്ടൻ നമുക്ക് തേനീച്ചയുടെ കൂടും തേൻ ഉണ്ടാക്കുന്നതും എല്ലാം കാണിച്ചു തന്നു. ആ ചേട്ടൻ പറഞ്ഞ് തേനീച്ചനെ ഉപദ്രവിച്ചാൽ മാത്രമേ അത് കുത്തത്തുള്ളെന്ന്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. വൈകുന്നേരമായി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചുകൊണ്ടിരിക്കുക. നേരെ ഒരു ഷാപ്പിലോട്ട് കയറി. അവിടെ നമ്മൾ ഉദ്ദേശിച്ച സാധനമൊന്നും കിട്ടിയില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ.